ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പൈനാപ്പിൾ ഉണ്ടാകുന്ന വാഴക്കുളത്തെ ക്ലൈമറ്റിലുണ്ടാകുന്ന ആ ടേസ്റ്റ് വേറെ ഉണ്ടായ കൃഷി ചെയ്താൽ കിട്ടുകയില്ല. പൈനാപ്പിൾ ഉണ്ടാവും, ആ ടേസ്റ്റ് വരികയില്ല. ക്ലൈമറ്റിൻ്റെ ഓരോ ഏരിയയിൽ ഓരോ കൃഷിക്ക് അതിന് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഞാനൊരു മീറ്റിംഗ് ചെയ്തു. അവിടെ ഞാൻ പല മീറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൃഷിക്കാർ, വലിയ ഏക്കർ കണക്കിനുള്ള ആൾക്കാരാണ് അവിടുത്തെ ഓരോ ഗ്രൂപ്പുകൾ. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാൾ നമ്മൾ പെസ്റ്റോ കിറ്റിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങേരെ അവിടുന്ന് പെസ്റ്റോ കിറ്റും അതുപോലത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു. പിറ്റേ പ്രാവശ്യം മീറ്റിംഗ് എടുക്കാൻ ചെന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ പെസ്റ്റോ കിറ്റ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിനകത്തൊക്കെ അതിൻ്റെ ചെടിയുടെ നീരൊക്കെയാണ്, വേറെ ഒന്നും കണ്ടില്ല. ഒരിക്കൽ നമ്മൾ വാഴക്കുളം, ഇവിടെ മൂവാറ്റുപുഴ അപ്പുറമാണ് വാഴക്കുളം, നമ്മുടെ പൈനാപ്പിളിൻ്റെ സ്ഥലമാണ്. പൈനാപ്പിളിൻ്റെ ഏരിയ ഏറ്റവും കൂടുതൽ ലോകത്തല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പൈനാപ്പിൾ ഉണ്ടാകുന്ന വാഴക്കുളത്തെ ക്ലൈമറ്റിലുണ്ടാകുന്ന ആ ടേസ്റ്റ് വേറെ ഉണ്ടായ കൃഷി ചെയ്താൽ കിട്ടുകയില്ല. പൈനാപ്പിൾ ഉണ്ടാവും, ആ ടേസ്റ്റ് വരികയില്ല. ക്ലൈമറ്റിൻ്റെ ഓരോ ഏരിയയിൽ ഓരോ കൃഷിക്ക് അതിന് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഞാനൊരു മീറ്റിംഗ് ചെയ്തു. അവിടെ ഞാൻ പല മീറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൃഷിക്കാർ, വലിയ ഏക്കർ കണക്കിനുള്ള ആൾക്കാരാണ് അവിടുത്തെ ഓരോ ഗ്രൂപ്പുകൾ. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാൾ നമ്മൾ പെസ്റ്റോ കിറ്റിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങേരെ അവിടുന്ന് പെസ്റ്റോ കിറ്റും അതുപോലത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു. പിറ്റേ പ്രാവശ്യം മീറ്റിംഗ് എടുക്കാൻ ചെന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ പെസ്റ്റോ കിറ്റ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിനകത്തൊക്കെ അതിൻ്റെ ചെടിയുടെ നീരൊക്കെയാണ്, വേറെ ഒന്നും കണ്ടില്ല. നമ്മൾ പറഞ്ഞു അതാണ് നമ്മളും പറയുന്നത്, ചെടിയുടെ നീരേ ഉള്ളൂ, വേറെ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ ഇല്ലെന്നാണല്ലോ, അതുകൊണ്ടാണല്ലോ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. നമ്മളെ വിശ്വസിക്കേണ്ട, ആ സർട്ടിഫിക്കേഷൻ ഏജൻസിയെ വിശ്വസിക്കാമല്ലോ. ആ സർട്ടിഫിക്കേഷൻ ഏജൻസി ഇൻ്റർനാഷണലായിട്ട് അക്രഡിറ്റഡ് ആണ്, ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകരിച്ചിരിക്കുന്ന സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ്. അപ്പോൾ ചോദിച്ചു പിടിച്ച് വന്നപ്പോഴാണ് നമ്മുടെ പഴയ വിൻസെൻ്റ് എംബോൾ എന്ന് പറഞ്ഞ IG ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ്. നമുക്കറിയില്ലായിരുന്നു. പുള്ളി മീറ്റിങ്ങിനകത്ത് ആൾക്കാർ വന്നിരിക്കുന്ന ആരാ എന്നൊക്കെ നമുക്കറിയാൻ പറ്റില്ല. അദ്ദേഹം വേറെ ആരാണ് പറഞ്ഞത്, വിൻസെൻ്റ് എംബോളിൻ്റെ ചേട്ടനാണ്. പുള്ളി ലാബിൽ കൊടുത്ത് കാശ് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വന്നു. അപ്പം നമുക്കിതുപോലത്തെ ഒത്തിരി അനുഭവങ്ങളുണ്ട്.